നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഇവിടെ തുടരുകയാണ്. നാലാമത് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ UK-യിൽ നിന്ന് 18 പ്രതിനിധികളാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതിൽ ഒരു പ്രധാനിയാണ് ശ്രീ CA ജോസഫ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രവാസി കേരള കോൺഗ്രസിൻ്റെ സീനിയർ സെക്രട്ടറി കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റ് പല മേഖലയിലും താങ്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേതെല്ലാം മേഖലകളിലാണ്? മറ്റേ നമ്മുടെ യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ, നമ്മുടെ യുക്മ, അത് 150ഓളം അസോസിയേഷനുകളുടെ ഒരു ഫെഡറേഷനാണ്. അതിന്റെ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരിയാണ്. പിന്നെ UK-ലെ കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം മിഷൻ ഉണ്ട്. മലയാളം മിഷൻ UK ചാപ്റ്റർ പ്രസിഡന്റ് ആണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച കണിക്കൊന്ന പുരസ്കാരം, അതായത് ഒരു 60-ലധികം രാജ്യങ്ങളിലും 24 സംസ്ഥാനങ്ങളിലും മലയാളം മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് 2022-ലാണ് ആദ്യമായിട്ട് അവാർഡ് പ്രഖ്യാപിച്ചത് ഏറ്റവും നല്ല ചാപ്റ്ററിന്. അത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന UK-യിലെ മലയാളം മിഷൻ UK ചാപ്റ്ററിനാണ് ലഭിച്ചത്. അത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ആയിരുന്നു. ആ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു, മാതൃക കാണിച്ചു. അപ്പോൾ ഇത്രയും മേഖലകളിൽ പ്രവർത്തിക്കുന്ന താങ്കൾക്ക് നമ്മുടെ ഈ 4ാം ലോക കേരള സഭ കഴിയുമ്പോൾ അതിനെ തീർച്ചയായിട്ടും അവലോകനം ചെയ്യാൻ കഴിയും. ഇതൊരു വലിയ വളർച്ചയുടെ ഒരു പടവെന്ന് പറയാം. കാരണം 2018-ൽ ലോക കേരള സഭ ആരംഭിച്ചപ്പോൾ 35 രാജ്യങ്ങളിൽ നിന്നായിരുന്നു പ്രതിനിധികൾ വന്നത്. അത് 20-ലായപ്പോഴേക്കും 48-ആയി. 22-ൽ 63 രാജ്യങ്ങള്, ഇന്ന് 24-ലായപ്പോൾ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് എത്തിയത്. അപ്പോഴത് ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ നടത്തിയാലും ഈ ലോക കേരള സഭയെ വിദേശ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസി മലയാളികൾ ഇതൊരു വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണിത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരുപാട് ചർച്ചകളിൽ താങ്കളും പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. എല്ലാ ചർച്ചകളും അതിൻ്റേതായ സീരിയസ്നെസ് കൊടുത്തിട്ടാണല്ലോ മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തത്. ഏത് മേഖലയിലാണ് ഊന്നൽ കൊടുത്തത്? പല വിഷയ അധിഷ്ഠിതമായ ഏകദേശം 8 വിഷയങ്ങളെ അധിഷ്ഠിതമായ ചർച്ചകൾ അവിടെ നടക്കുകയുണ്ടായി. പിന്നെ മേഖലാ തലത്തിലുള്ള ചർച്ചകൾ നടന്നു. ആഫ്രിക്കൻ മേഖല, അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പ് മേഖല, പല മേഖലകൾ തിരിച്ചു. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഇന്നലെ പങ്കെടുത്തത് UK യൂറോപ്പ് മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചർച്ചയിലാണ് പങ്കെടുത്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ആയിരുന്നു ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതികളെ എങ്ങനെ നമ്മൾ എൻഹാൻസ് ചെയ്യണം, കേരളത്തിൽ എങ്ങനെ അതിനെ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ രീതികളെ ഇവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ്, UK, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുള്ള പ്രവാസി മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി അവിടെ പറയണമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ചർച്ചയിൽ ബാക്കിയുള്ളവരൊക്കെ, ഞാൻ എൻ്റെ ചർച്ച വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ന്യൂ ജനറേഷനിൽപ്പെട്ട പ്രതിനിധികളുണ്ട്, അവർക്ക് കൂടുതൽ അറിയാം. ഞാൻ പഴയ കാലത്ത് PG എടുത്തിട്ടുള്ള ആളാണ്, എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും അത് അവര് പറയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് OCA കാർഡ് ഹോൾഡേഴ്സ്. അതായത് ഞാൻ ഇന്ന് ശ്രീകുമാർ അത് ശ്രമിച്ചു കാണും. നമ്മുടെ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു അനിരുദ്ധൻ സാറ്, അദ്ദേഹം ഡോക്ടർ അനിരുദ്ധൻ സാറ് പറഞ്ഞത് ഏതാണ്ട് 6 മില്യൺ
അമേരിക്കയിൽ ഉള്ള നമ്മുടെ മലയാളികൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് നമ്മുടെ UK ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, UK അതിപ്പോ ഒരു 8 മില്യൺ ആയി കാണും. ശരിക്കും കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻസിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്, മലയാളികളല്ല ഇന്ത്യൻസിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇപ്പം നമ്മുടെ ഈ നോർക്കയുടെ തന്നെ ഇവിടെ സ്റ്റുഡൻസിന്റെ ഒരു മൈഗ്രേഷന്റെ ഒരു പെർസെന്റേജിന്റെ ഒരു ബ്രോഷർ ഞാൻ കാണാനിടയായി. അതിൽ ഏറ്റവും കൂടുതൽ കാനഡയല്ല, സ്വിറ്റ്സർലൻഡല്ല, അമേരിക്കയല്ല, UKയിലാണ് 30%-ലധികം ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത്. ശ്രീകുമാര, ഇത് ശരിക്കും ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഞാനിത് പറയാൻ കാരണം, ഈ 2005 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അമെൻഡഡ് ആക്ടിൽ ആണ് നമ്മുടെ ഈ OCA കാർഡ് സ്കീം കൊണ്ടുവന്നത്. അന്ന് ഇവിടുത്തെ ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് വാദിച്ചു. അന്നേരം അതിന് പകരമായിട്ട് സിമിലർ ആണെന്ന് വിചാരിച്ചാണ്. പക്ഷെ അന്ന് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് വലിയ ഫാം അതുപോലെ നമുക്ക് വോട്ടിംഗ് അവകാശമില്ല, ബാക്കി റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് പല ആളുകളും ഈ OCA കാർഡ് എടുക്കേണ്ടി വന്നത്. അപ്പം ഇപ്പൊ വന്നത് 2022 മാർച്ചിൽ ഒരു പുതിയ സർക്കുലർ വന്നു, അമെൻമെന്റ് വന്നു. അതിനകത്ത് വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഭൂമി വിൽക്കാൻ പറ്റത്തില്ല. പറയട്ടെ, ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാം വിചാരിച്ച് നമുക്ക് OCA കാർഡ് ഉണ്ടല്ലോ, നമുക്ക് ഇന്ത്യയിൽ എപ്പോഴും വേണോ ചെന്നിറങ്ങാന്ന്. വരാൻ പറ്റിയില്ല. അപ്പൊ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പാടില്ല. കാരണം ഇത് കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെയും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം, ഇന്ത്യയുടെ മൊത്തത്തിൽ തന്നെ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ പ്രവാസി മലയാളികളാണ്, അല്ലേ? ഞാൻ ഇന്ന് ജസ്റ്റ് വെറുതെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യങ്ങൾ. നമ്മുടെ അയൽ രാജ്യങ്ങളായ പല രാജ്യങ്ങളും ഇപ്പോൾ 160 രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ കണ്ടു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളത്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ ഒരു പ്രവാസി മലയാളികളുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ കുറിച്ച് പറഞ്ഞു. ഇത് വിജയിക്കണമെങ്കിൽ എങ്ങനെ വിജയിക്കും? ഈ OCA കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നാലല്ലേ അവിടെ പണം നമുക്ക് മുടക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ നാട് വിജയിക്കണമെങ്കിൽ നിർഭയമായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. രണ്ടാമത്, നമ്മുടെ അനുഭവങ്ങൾ, ഞാനൊരു തമാശ പോലെ ഇത് ശ്രീ അനിരുദ്ധൻ സാർ ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭ മെമ്പർ ശ്രീ ജോൺ ബ്രിട്ടാസ് അവിടെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വോട്ടവകാശമില്ല എന്ന് മനസ്സിലും പറഞ്ഞു, ഞങ്ങൾക്ക് അത് കിട്ടണം, ഞങ്ങളെ ഇങ്ങനെ 2ാം തരം പൗരന്മാരാക്കാൻ പാടില്ല, അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പലതും ചെയ്യണം. അന്നേരം ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു റിട്ടയർമെന്റ് ഹോമൊക്കെ നിങ്ങളുടേതായ നേതൃത്വത്തിലൊക്കെ പണ്ട് സുഖമായിട്ട് ജീവിക്ക്. ഞാനെന്ന് പ്രസംഗത്തിൽ തമാശയായിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഹോമിലല്ല, ഞങ്ങളുടെ അനുഭവവും ഞങ്ങളുടെ അറിവും ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അതുപോലെ നമുക്ക് വാർഡ് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ MLA ഒക്കെ ആകാനുള്ള അവസരം തരണം. അപ്പൊ നമ്മൾ ലോകം കണ്ടിട്ടുള്ള, ഇപ്പൊ ഞാൻ തന്നെ 35 വർഷമായിട്ട് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നത്, 18 വർഷം സൗദിയിലും 17 വർഷം ഇപ്പൊ UK-യിലുമാണ്. ഗൾഫ് രാജ്യത്തെ നമുക്കറിയാം. അപ്പൊ ഇത് അനുഭവങ്ങളാ. ഈ അനുഭവങ്ങളൊക്കെ എന്നെപ്പോലെ എത്രയോ അനുഭവങ്ങളുള്ളവരുണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരണം. അതിന് ഇതാർക്കും മനസ്സിലായിട്ടില്ല. OCA കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടൊന്നും ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട്, അവർക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല. അപ്പം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട MP-മാരും രാജ്യസഭാ അംഗങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണം. അത് തീർച്ചയായിട്ടും ചെയ്യണം. എല്ലാ സംസ്ഥാനത്തെയും MP-മാർ ഇതിനു വേണ്ടി ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, പ്രവാസി മലയാളികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാരെ കുറിച്ചിട്ട് താങ്കൾ നടത്തിയ ഒരു കമ്പാരിസൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ വയസ്സും ദുൽഖർ സൽമാന്റെ മനസ്സുമാണെന്ന്. അതെ, നമ്മളെ പ്രവാസികൾ അല്ല, നമ്മളെപ്പോഴും സജീവമല്ലേ, അല്ലേ? അപ്പം ഞാൻ ഈ പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം ഈ 60 വയസ്സ് കഴിഞ്ഞവർ നമ്മൾ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുക, നമുക്ക് മോർഗേജ് ഉണ്ട്, അത് 70 വയസ്സ് വരെ മോർഗേജ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അടക്കണ്ടേ നമുക്ക്? അതാ ഞാൻ പറഞ്ഞത്, മമ്മൂട്ടിയുടെ ആ ഒരു പ്രായമുള്ളവരൊക്കെയാണ് ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക്
ദുൽഖർ സൽമാന്റെ മനസ്സുമാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ഇപ്പോഴും ഈ പ്രായത്തിലും നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ആ വയസ്സിലും അതിലുമുണ്ട്. പക്ഷെ മനസ്സ് ദുൽഖർ സൽമാന്റെ. താങ്കൾ പറഞ്ഞു വന്നത് നമ്മളൊക്കെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും സംശയമുണ്ടോ കാര്യത്തിൽ? ഏതായാലും ആ ചർച്ചയിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യം അവർ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പ്രവാസികൾ ഒന്നടങ്കം ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഞാൻ ഇതിന് ശേഷം ആ സമയത്ത് ജോൺ ബ്രിട്ടാസ് അവിടെ ബഹുമാനപ്പെട്ട MP ഇല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു. ഞാൻ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഈ OCA-ക്കാരുടെ ഡിവോഴ്സിനെ കുറിച്ച് ലാഘവത്തോടെ പലരും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അത് സീരിയസ് ആയിട്ട് കാണണം. അപ്പം നമ്പർ തന്നു, നമുക്ക് ഫോണിൽ സംസാരിക്കാം. ഓക്കെ പുള്ളി പറഞ്ഞു. ആ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ലോക കേരള സഭ എന്ന് പറയുന്നത് കുറെ ആൾക്കാർ പുറത്തു നിന്ന് എന്തെങ്കിലും പറയും, ആരും കേൾക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇത് തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ? നമ്പർ വന്നു, നിങ്ങൾ പറയാനുള്ളത് പറയൂ, കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് ഇന്നിപ്പം സമാപന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇന്ന് ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സാ. ഇപ്പം യുക്രൈനിൽ പ്രശ്നമുണ്ടായപ്പോഴും കുവൈറ്റിൽ പ്രശ്നമുണ്ടായപ്പോഴും എല്ലാം പെട്ടെന്ന് അവിടെയുള്ള ലോക കേരള സഭാംഗങ്ങളെ ബന്ധപ്പെടുന്നു. അവർ വേണ്ട ഹെൽപ്പ് ഡെസ്ക് കുവൈറ്റിൽ തന്നെ അവിടുത്തെ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും ലോക കേരള സഭാ അംഗങ്ങളായ നിങ്ങളും ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അവിടെ എന്ത് പ്രശ്നങ്ങളും നമ്മുടെ മലയാളികൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് ഞങ്ങളെയും കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും അതൊരു വലിയ അംഗീകാരമല്ലേ അത്? താങ്കൾ റെപ്രസെന്റ് ചെയ്യുന്ന UK-യിലെ പല മാധ്യമങ്ങളിലും വളരെ നിശിതമായി വിമർശിച്ചു കൊണ്ടുവന്നു. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അത് ശ്രീകുമാറും ഒരു മാധ്യമ പ്രവർത്തകനാണ് വർഷങ്ങളായിട്ട്. ഈ നമ്മുടെ UK-യിലെ ഉള്ള ഓൺലൈൻ പത്രങ്ങൾ അവരൊക്കെ വളരെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ ഒരു ചെറിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വായനക്കാർ കുറയും. അവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാവർക്കും UK-യിൽ നിന്ന് ലോക കേരള സഭാ അംഗങ്ങളാകാൻ സാധിച്ചിട്ടില്ല. പല സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പല മേഖലകളിലുള്ളവരുണ്ട്. എണ്ണം കൂട്ടി. അതെ. അപ്പം ചിലർക്കൊക്കെ വരാൻ പറ്റാത്തവർ കാണും, അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും കാണാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് കൂടുതൽ ഒരു നെഗറ്റീവ് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇത് വായിക്കാനും അത് സ്പ്രെഡ് ചെയ്യാനും ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ചതാണ്, ഈ കഴിഞ്ഞ ലോക കേരള സഭയിൽ നിന്നും ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾ മുഴുവനും മൗനികളാണ്. അവരൊന്നും ഇപ്പൊ എന്നെ കുറിച്ച് സാധാരണ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളാണെന്നാണ് ഒരു പൊതുവെ പറയുന്നത്. പക്ഷെ അത് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവ എല്ലാവരും മൗനികളാണ്, ഒന്നിനും വേണ്ടി ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പല കാര്യങ്ങളിലും ശ്രീകുമാറിനറിയാം. ഇപ്പൊ നമ്മുടെ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള പിന്നെ സ്റ്റുഡൻസിനാണെങ്കിലും നമ്മുടെ കേരള മേഖലയിലാണെങ്കിലും ചില മരണങ്ങൾ ഇവിടെ ഉണ്ടായി. അതിനൊക്കെ നമ്മൾ അതിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉറക്കുമിക്കുന്നുണ്ടല്ലോ, നമ്മുടെ എയർ ഇന്ത്യയുടെ ആ ഒരു പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിനകത്ത് ആക്ട് ചെയ്തു. മറ്റൊരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ആരേലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാ. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു നിർദ്ദേശമുണ്ടായി, ഇരട്ട അടഞ്ഞു കിടക്കുന്ന പ്രവാസികളുടെ വീടുകൾക്ക് ഇരട്ട നികുതി കൊണ്ടുവരണമെന്നുള്ള ഒരു പ്രപ്പോസല് ഈ ബഡ്ജറ്റിനകത്ത് വന്നു. ആ പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ശ്രീകുമാറിനോട്, ശ്രീകുമാറെ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുകയല്ല, എങ്കിലും പ്രവാസി മലയാളികളെ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുകൊണ്ട് ആ ക്യാമ്പയിൻ നടത്തണം, അത് ഒഴിവാക്കണം. അങ്ങനെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം തന്നെ അതുമായിട്ടുള്ള ക്യാമ്പയിനിൽ വന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു. അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു നിവേദനം ശ്രീകുമാർ തന്നെ കൊണ്ടുപോയി കൊടുത്തു. ആ
ആ ഇരട്ട നികുതി എടുത്തു കളഞ്ഞു. ആരെങ്കിലും UK ഏതെങ്കിലും മാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു പത്രവും പറഞ്ഞിട്ടില്ല. അപ്പൊ നിശബ്ദമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട്. അവിടെ വരുന്ന ചില റിക്രൂട്ട്മെന്റുമായിട്ട് വരുന്ന കബളിപ്പീരുമായിട്ട് വരുന്ന പല കേസുകൾ ഇവരാരും അല്ല, ഇത് പറയുന്നത് UK ഒഫീഷ്യൽ ആണെന്ന് ആണല്ലോ മറ്റുള്ളവർ ധരിക്കുന്നത്. അതെ 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 അതെ, അതിലൊരു പോരായ്മയില്ലേ? ഞാനിപ്പോ ഇന്നലെ ഒരു വാർത്ത ഒരാൾ എനിക്ക് അയച്ചു തന്നു. വളരെ അറിയപ്പെടുന്ന മലയാളികൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയാം, ഞാൻ പേര് പറയുന്നില്ല പ്രത്യേകിച്ച്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ഈ ലോക കേരള സഭയിലെ ഇപ്പം ഇത്തവണ എത്തിയിരിക്കുന്ന കുറെ ബിസിനസ്സുകാരും ഇൻഷുറൻസുകാരും മാത്രമൊക്കെയാണെന്ന്. അല്ലാതെ എനിക്ക് തോന്നുകയാണ് അപ്പൊ ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് ഇപ്പം UK ബിസിനസ് ചെയ്യുന്നവര് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കോർണർ ഷോപ്പോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടാകാം. അപ്പൊ എല്ലാവരും വലിയ ടാറ്റായ പിള്ളയൊന്നുമായിട്ടുള്ള ആളുകളല്ലല്ലോ. അവര് അന്നത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ജോലി വേണ്ടി കുഞ്ഞു ബിസിനസ്സുകൾ, അത് വലിയൊരു സംഭവം എന്ന് പറയാൻ പറ്റിയല്ല അല്ലേ? അപ്പൊ അത് പിന്നെ രണ്ടാമത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു തൊഴിലാ. അപ്പൊ ഈ പറയുന്ന വ്യക്തികൾ വിചാരിക്കുന്ന എന്താ, അവരിപ്പം സോളിസിറ്റർ ആണെങ്കിൽ സോളിസിറ്റേഴ്സ് മാത്രം മതി, അവരാണോ പ്രധാനപ്പെട്ട ജോലിക്കാർ? അതല്ലെങ്കിൽ ഡോക്ടർമാരാണെങ്കിൽ ഡോക്ടേഴ്സ് മാത്രം മതി, അതാണോ? അപ്പൊ ലോകേരള സഭയിൽ പോകുന്നവര് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ജോലി, അത് വലിയൊരു ജോലി, നല്ലൊരു ജോലിയാണ്. ഞാൻ മനസ്സിലാക്കും ആ മേഖല അറിയാം. ലോകേരള സഭയിൽ വന്നവര് ഡൊമസ്റ്റിക് വർക്ക് തൊട്ട് ഉയർന്ന പദവിയിലുള്ളവർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതെ അതെ, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടത് ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജോലിക്ക് അതിനൊരു ഒരു മോശമായ ഒരു സിമ്പൽ കൊടുത്ത് അത് പറയുന്നത് ശരിയായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഞാനിപ്പോ അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരം സംരംഭങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പൊ കാണുന്നത്. എനിക്ക് ഇപ്പം ഞാന് ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒരു ഒരു സുഹൃത്ത് കാനഡയിൽ നിന്ന് വന്നപ്പം അവർക്ക് ലണ്ടൻ കാണാനായിട്ട് പോയി. അപ്പൊ ലണ്ടൻ കാണാനായിട്ട് പോയപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു മലയാളി എന്ന പേരിൽ ഞാൻ അങ്ങോട്ട് അതിശയപരമായി അഭിമാനം തോന്നി. ലണ്ടന്റെ രാജവീതികളിലൂടെ ഒരു ഡബിൾ ഡെക്കർ ബസ്, നമ്പർ 9 ഡബിൾ ഡെക്കർ ബസ്, കേരളത്തിന്റെ സൗന്ദര്യം, കുട്ടനാടിന്റെ ആലപ്പുഴയുടെ മുഴുവൻ സൗന്ദര്യം അതിന്റെ 2 വശങ്ങളിലും ഫ്രണ്ടിലും എഴുതി കേരള വിസിറ്റ് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നും പറഞ്ഞുകൊണ്ട് അതിലെ കൂടെ അങ്ങോട്ടും പോവുക. അപ്പൊ ഇത് ലണ്ടൻ നഗരത്തിലാണെന്ന് ഓർക്കണം. അപ്പം ഇത് ഏതൊരു കേരളത്തിൽ നിന്നുള്ള മലയാളികളാണേലും ലണ്ടനിൽ ജീവിക്കുന്ന മലയാളികൾ വിദേശത്തു നിന്ന് വരുന്നവരാണ് ഇത് കാണുമ്പോൾ എന്താ മലയാളി എന്നുള്ള നിലയിൽ അഭിമാനമാ തോന്നുന്നത്. അതും വേണമെങ്കിൽ ധൂർത്താന്ന് പറയാം അല്ലെ? ഇപ്പം നമ്മുടെ ചാൾസും കാമിലയും ഒക്കെ ഈ ബാംഗ്ലൂരും ഈ കേരളത്തിലൊക്കെ അവർ ഓരോ വർഷവും വന്ന് നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്, ഹെർബൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോളിവുഡിലും ബോളിവുഡിലും മോളിവുഡിലും ഉള്ള പല അഭിനേതാക്കളും അവര് വന്ന് നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്യുന്നുണ്ട്, റീജുവിനേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും വേണം. ഇപ്പോൾ ആരെങ്കിലും ഈ കേരളത്തിൽ വന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും വന്നാൽ അതും വേണേ പറയും ധൂർത്താന്ന് പറയും ഗവൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. 4ാമത് ലോക കേരള സഭയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നേടാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം കഴിഞ്ഞ ലോക കേരള സഭയിൽ ഞാൻ വന്നപ്പോൾ ഇതുപോലെ പല ചർച്ചകളിൽ വന്ന് പങ്കെടുത്തു. പ്രവാസി മലയാളികളുടെ ഇപ്പം അതെല്ലാം നമ്മൾക്ക് ഓരോ സ്ഥലത്തുനിന്ന് വരുന്നവരുടെ ഓരോ പ്രശ്നങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും ഗൾഫിലെ പ്രശ്നങ്ങളല്ല യുകെയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ളത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു പ്രവാസി പെൻഷന് അല്ലെങ്കിൽ പ്രവാസി ഇൻഷുറൻസ്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അന്നും പറഞ്ഞ ഈ OCA കാർഡ് ഹോൾഡേഴ്സിന് അത് ലഭ്യമാകുന്നില്ല. അപ്പൊ അന്ന് പ്രിസൈഡ് ചെയ്തിരുന്ന ഒരു ബഹുമാനപ്പെട്ട മന്ത്രി തൊട്ടടുത്തൊരു സെക്രട്ടറിയോട് ചോദിച്ചു, ഇത് ശരിയാണോ, അവർക്ക് ഇതിന് അവകാശം ഇല്ലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും സാധിച്ചു. അത് വലിയ കാര്യം. രണ്ടാമത് ഞാൻ ഇന്ന് ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടിയ പോലെ ഞാൻ അന്ന് നിയമസഭയിൽ ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ പുറംതാളിലെ വാചകം നമ്മള് സ്വയമായി അനുഭവിച്ചറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ കെട്ടുകഥയായി തോന്നും. അത് അങ്ങനെ തോന്നരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഗൾഫിലെ ആളുകളുടെ പ്രശ്നങ്ങളും
യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ പല കാര്യങ്ങളും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നമ്മൾ ഈ IELTS അല്ലെങ്കിൽ OET ഒക്കെ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാനും അതിന് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ പൈസകൾ ഈടാക്കുന്നു. പാവപ്പെട്ട കുടുംബങ്ങളുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് ഗവൺമെന്റ് ഒരു 0% രീതിയിൽ ഒരു വായ്പ കൊടുക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്തു. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതുപോലെയുള്ള കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്തു. മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും, പിന്നെ സ്വകാര്യ മേഖലകളിലുള്ള റിക്രൂട്ട്മെന്റ് ചൂഷണം അവസാനിപ്പിക്കണം. ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് റിക്രൂട്ട് ചെയ്യണം, ആരംഭിച്ചു. നമ്മുടെ ലോക കേരള സഭയുടെ UK യൂറോപ്പ് മേഖലാ സമ്മേളനത്തിൽ വെച്ച് അതിന് ഇംപ്ലിമെന്റ് ചെയ്തു. UK തന്നെ ജർമ്മനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ഒരേ ദിവസം എല്ലാം നമുക്ക് മായാജാലം പോലെ കൊണ്ടുവരാൻ പറ്റുമോ? അതിനുള്ള ക്ഷമ ഞാൻ പറയുന്നത് ഈ ഒരു ലോക കേരള സമ്മേളനത്തിൽ അത് ബഹിഷ്കരിച്ച് മാറി നിൽക്കുന്നവർക്ക് ഒരിക്കലും പ്രവാസി സമൂഹം അവരോട് യോജിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രയധികം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഇവരുടെയും കൂടെ ഹെൽപ്പ് വേണം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രതിപക്ഷമൊന്നോ ഭരണപക്ഷമൊന്നുമില്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരിക എന്നുള്ളതാണ്, അല്ലേ? അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇത്രയും സമയം പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും താങ്കൾക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു.